വഴുതനങ്ങ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങ കറിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നിലക്കടലയാണ്. നിലക്കടല നന്നായി തൊലി കളഞ്ഞിട്ട് റോസ്റ്റ് ചെയ്ത് തൊലി കളഞ്ഞ് അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ട അത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ക്രഷ് ചെയ്ത് കടലയുടെ ഒപ്പം തന്നെ അതും കൂടെ ഇട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അതിനുശേഷം നമ്മളുടെ ചെറിയ നീല വഴുതനങ്ങ, വെള്ള വഴുതനങ്ങയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീല വഴുതനങ്ങയാണ് എപ്പോഴും നല്ലത്. അത് കുറച്ച് ചെറുതായിരിക്കണം, അധികം മൂക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് മൂത്താണ്. അപ്പം മൂത്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വേവാൻ ഇച്ചിരി പാടായിരിക്കും. ആ മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല അതിനുള്ളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ വെക്കുക. പാനിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലോ ഒഴിക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ 4ആയിട്ട് മുറിച്ചിട്ടാണ് അതിനുള്ളിൽ ആ മസാല ഫില്ല് ചെയ്യുന്നത്. മസാല നന്നായിട്ട് വഴുതനങ്ങ കഷ്ണങ്ങളിൽ ചേരണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ വഴുതനങ്ങളെ നമുക്ക് നല്ലെണ്ണ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പാനിൽ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റിയാണ് ഇത് വേവുന്നത്, വെള്ളം ഒഴിച്ചിട്ടല്ല. ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ കഴിക്കാം. സ്പൈസിനെസ് നമ്മുടെ ഒരു ലെസ് സ്പൈസിയാണിത്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്ന ഗ്രേവിക്ക് വേണ്ടി നമ്മൾ ഇതിനുള്ളിൽ ഒഴിക്കുന്നത് തൈരാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ആ മസാല ഫുള്ള് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചപ്പാത്തിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ ചപ്പാത്തിയുടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കറിയായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ് ഇത്. എന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് തിരിച്ചും മറിച്ചും നമ്മൾ ഇത് മറിച്ചു വിടണം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം, വെന്തെന്ന് മനസ്സിലാക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള തവി കൊണ്ടൊന്ന് അതിൽ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആകും അതിന്റെ കഷ്ണങ്ങള്. അപ്പൊ നമ്മുടെ ഈ ഇത് വേവാൻ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പക്ഷെ നമ്മൾക്ക് ഈ കിട്ടിയ വഴുതനങ്ങ ഇച്ചിരി മൂത്തായതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. ഇപ്പൊ ഇത് തിരിച്ച് മറിച്ച് ഇടുക. 2 സൈഡിലും ആ എണ്ണയ്ക്കകത്തും ആ മസാലയ്ക്കകത്തും കിടന്നൊന്ന് വേവണം. അപ്പോൾ വേവാൻ ഇച്ചിരി താമസിച്ചുകൊണ്ട് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഈ കറിയുടെ ആ ടേസ്റ്റ് പോവും. എന്നിട്ട് ഇപ്പൊ നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതങ്ങ് സോഫ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് നമ്മുടെ കീ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തൈര് ഒഴിക്കണം. നല്ല പുളിയുള്ള തൈര്, ഒരുപാട് പുളിയാവില്ല, ഒരു മീഡിയം പുളിയുള്ള തൈര് ഇതിനുള്ളിലേക്ക് ഒഴിക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത തൈരാണ് ഒന്ന് അടിച്ച് മോരാക്കി, എന്നിട്ട് കറി റെഡി.